കോതമംഗലത്തെ യുവാവിന്റെ മരണം അത് പെൺസുഹൃത്ത് വിഷം നൽകി കൊലപ്പെടുത്തിയതാണ് എന്ന സംശയം ഉയർന്നിരിക്കുകയാണ്. ഇന്നലെയാണ് മാതിരപ്പള്ളി സ്വദേശിയായ അൻസിൽ മരിച്ചത്. പെൺസുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി നവമി തന്നെ ചേരുകയാണ്. നവമി, എന്താണ് ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ? പോലീസ് എന്താണ് പറയുന്നത്? കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? വധശ്രമത്തിന് കേസ് എടുത്തിട്ടുണ്ട് അല്ലേ? അതെ മഞ്ജുഷ്, എന്തായാലും നമ്മൾ ഇതിനു മുൻപ് സമാനമായ രീതിയിൽ ഒരു കേസ് കേൾക്കുന്നത് ഗ്രീഷ്മയുടേതാണ്. കേരളം മനസാക്ഷി ഒന്നടങ്കം ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു. ഗ്രീഷ്മയുടെ സുഹൃത്ത് ഗ്രീഷ്മ തൻ്റെ ആൺ സുഹൃത്തിനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത. അതേപോലെ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ കോതമംഗലത്ത് നിന്നും വരുന്നത്. ഈ അൻസൽ എന്ന യുവാവും ഈ യുവതിയുമായി ദീർഘനാളായി പ്രണയത്തിലായിരുന്നു. പക്ഷെ അൻസൽ വേറെ വിവാഹം കഴിച്ച് 2 കുട്ടികളും ണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ തമ്മിൽ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഈ ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് അൻസലിനോട് യുവതി ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അൻസൽ ഇത് കേട്ടതുമില്ല. യുവതിക്ക് മറ്റു ചിലരുമായിട്ട് ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം, അതായത് 29-ാം തീയതി രാത്രിയോടുകൂടി അൻസൽ യുവതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പുലർച്ചെയായ സമയത്താണ് അൻസൽ തന്റെ ബന്ധുക്കളെ വിളിച്ചു പറയുന്നു തനിക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ട്, തന്നെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുകയും പിന്നീട് ബന്ധുക്കളെല്ലാം ഈ പെൺകുട്ടിയുടെ വീട്ടിന് സമീപത്ത് വരികയും ആംബുലൻസ് വിളിച്ച് ഈ അൻസലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അൻസൽ തന്റെ ബന്ധുക്കളോട് പറഞ്ഞത് തനിക്ക് യുവതി വിഷം തന്നു എന്ന് സംശയിക്കുന്നുണ്ട്. തനിക്ക് അതിനുശേഷമാണ് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതെന്ന് അൻസൽ ഈ ബന്ധുക്കളോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ കൊച്ചിയിലുള്ള രാജഗിരി ആശുപത്രിയിലേക്ക് അൻസലിനെ പ്രവേശിപ്പിക്കുകയും ഇന്നലെ രാത്രിയോടുകൂടിയാണ് യുവാവിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. തുടർന്ന് പോലീസിന് പരാതി നൽകുകയും പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ, അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടിലടക്കം നടത്തിയ പരിശോധനയിൽ ഈ യുവാവിന് നൽകിയ വിഷം എന്ന് കരുതുന്നതിന്റെ കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ടല്ലോ. നേരത്തെ ഇതേ യുവാവിനെതിരെ, ഈ അൻസിലിനെതിരെ ഈ യുവതി തന്നെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കാര്യവും പോലീസ് പറയുന്നുണ്ടല്ലോ. അതിനുശേഷം ഈ യുവാവിനെ ഒഴിവാക്കണം എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്ന നിഗമനത്തിലേക്കും പോലീസ് വരികയാണോ? അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, അതാണോ ഇപ്പോൾ? അതായത് ഈ ഗ്രീഷ്മ കേസിന് ഏതാണ്ട് സമാനമായ കാര്യം തന്നെയാണല്ലോ കോതമംഗലത്തും സംഭവിച്ചിരിക്കുന്നത്. അതെ മഞ്ജുഷ, അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ യുവതിയും ഈ യുവാവിനെതിരെ, അൻസലിനെതിരെ വിഷം നൽകുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത് ചെയ്തതെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പെൺകുട്ടി ഒരു വിക്റ്റിമാണ്, ഒരു അതിജീവിതയാണ് എന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ വിവരങ്ങളോ അല്ലെങ്കിൽ പേര് ഒന്നും തന്നെ നമുക്ക് കൊടുക്കുവാനും സാധിക്കില്ല. അത് മറ്റൊരു യുവാവ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി നൽകുകയും അതിനെ തുടർന്ന് ആ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലായി ജയിലിലായി കഴിഞ്ഞ ദിവസമാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ആ ഒരു സാഹചര്യം കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യുവതി ഈ യുവാവിനെ, ഈ അൻസലിനെ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം തന്നെയായിരുന്നോ എന്നതിൽ കൂടുതലും വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും കൊലപ്പെടുത്തി താൻ വിഷം നൽകിയെന്ന് പെൺകുട്ടി ഇതിനോടകം സമ്മതിക്കുകയും ചെയ്തു. പെൺകുട്ടിയെ മറ്റൊരിടത്തേക്കാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പെൺകുട്ടിയുടെ പേര് വിവരം പോലീസ് പുറത്തുവിട്ടിട്ടില്ല അല്ലെ? എഫ്ഐആറിൽ പേര് പറയുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ വധശ്രമത്തിനുള്ള കേസാണല്ലോ, അത് കൊലപാതക കുറ്റമാക്കിയിട്ടുണ്ടോ? പോലീസ് മാറ്റം വരുത്തിയിട്ടുണ്ടോ? മഞ്ജുഷ, അതിനിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അൻസലിന്റെ മൃതദേഹം രാജഗിരി ആശുപത്രിയിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും. ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ച്, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് കൂടി കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. എഫ്ഐആറിലടക്കം പെൺകുട്ടിയുടെ വിവരം കൊടുക്കാത്തത് അവരൊരു ഇരയാണ്, ഒരു ലൈംഗിക പീഡന ഇരയാണ് എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതൊരു മറ്റൊരു യുവാവ് തന്നെ പീഡിപ്പിച്ചു എന്ന് പെൺകുട്ടി പരാതി നൽകുകയും ആ യുവാവിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഒരു ഇര അതിജീവിതയാണ് എന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് യുവതിയുടെ പേര് വിവരങ്ങളൊന്നും പോലീസ് അന്വേഷണ സംഘം പുറത്ത് പറയാത്തത്. എന്നാലും പെൺകുട്ടി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള ചോദ്യം ചെയ്യലിൽ തന്നെ യുവതി ഇങ്ങനെ സമ്മതിച്ചു
താൻ ഈ യുവാവിന് വിഷം കൊടുത്തു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ കുപ്പി പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഇത് വാങ്ങിയത് എവിടെ നിന്നാണോ അവിടെയും എത്തി പോലീസ് ആ കടക്കാരനോട് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ അയാളും സമ്മതിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു വിഷം, അത് ഏത് തരത്തിൽ എലി വിഷം പോലെ മറ്റൊരു കീടനാശിനിയാണ് യുവതി വാങ്ങിയതെന്ന് കടക്കാരനും സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ തെളിവുകളെല്ലാം പെൺകുട്ടിക്കെതിരായിട്ട് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി എന്തിനാണ് ഇത് കൊടുത്തത്, ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാത്തതിന്റെ വൈരാഗ്യം കൊണ്ട് തന്നെയാണോ എന്നതിലാണ് ഇനിയും വ്യക്തത കൈവരേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഈ അൻസിൽ കല്യാണം കഴിച്ച് 2 കുട്ടികളും ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അൻസലിന്റെ ഭാര്യയോടും ഈ യുവതി അൻസൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് ആവശ്യപ്പെട്ട് അൻസലിന്റെ ഭാര്യയെയും ഈ യുവതി സമീപിച്ചിരുന്നു എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇനി അപ്പോഴും ബന്ധത്തിൽ നിന്ന് പിന്മാറാത്തതിന്റെ ദേഷ്യത്തിൽ തന്നെയാണോ ഇത് ചെയ്തത് എന്ന സംശയത്തിലാണ് പോലീസും എത്തി നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വിശദമായിട്ടുള്ള ചോദ്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയും കൂടി 30-ാം തീയതി, ജൂലൈ 30-ാം തീയതി പ്രതിയുടെ വീടിനടുത്തേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകുകയായിരുന്നു എന്നുള്ളതാണ് FIR-ലും പോലീസ് പറയുന്നത്. അത് മാത്രമല്ലല്ലോ നവമി, ഇതിനകത്ത് അൻസിലിന്റെ മരണമൊഴിയും ഇക്കാര്യത്തിലുണ്ടല്ലോ അല്ലേ? ഈ യുവതിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള മരണമൊഴിയാണല്ലോ അല്ലെ? ഇങ്ങനെ തനിക്ക് വിഷം നൽകി എന്നാണല്ലോ. അതെ, 30-ാം തീയതി പുലർച്ചെയായിരുന്നു അൻസിൽ തൻ്റെ കുടുംബത്തെ വിളിച്ചിട്ട് ഇങ്ങനെ തനിക്ക് ചില ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നുണ്ട്, തന്നെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, താനിപ്പോൾ യുവതിയുടെ വീട്ടിലാണുള്ളത് എന്ന കാര്യം അൻസിലാണ് കുടുംബത്തെ വിളിച്ചറിയിക്കുന്നത്. അൻസിലിൻ്റെ കുടുംബത്തെ വിളിച്ചറിയിക്കുന്നത് അൻസിലിൻ്റെ ഒരു സുഹൃത്തും മറ്റു ബന്ധുക്കളും കൂടിയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആ സമയത്ത് തന്നെ ആംബുലൻസിൽ വെച്ച് അൻസിൽ സുഹൃത്തിനോട് പറഞ്ഞിരിക്കുന്നു തനിക്ക് യുവതി വിഷം തന്നതാണെന്ന് തനിക്ക് കരുതുന്നു, കാരണം അതിനുശേഷമാണ് തനിക്ക് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് എന്ന കാര്യം കൂടി പറയുന്ന സാഹചര്യമുണ്ടായി. ഇത് കൃത്യമായി തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസും യുവാവിൻ്റെ മൊഴിയെടുത്തപ്പോഴും യുവാവ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. യുവതി നൽകിയതിൽ നിന്ന് തന്നെയാണ് തനിക്ക് ചില ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതും തന്നെ കൊല്ലുക എന്നൊരു ഉദ്ദേശം തന്നെയായിരുന്നു യുവതിക്ക് ഉണ്ടായിരുന്നത് എന്ന കാര്യം പോലീസിനോടും അൻസിൽ മൊഴി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് കേസെടുത്ത് തുടരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും യുവതിയും ആ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാത്തതിന്റെ പ്രതികാരത്തിലാണോ കൊലപ്പെടുത്തിയത് എന്നതിൽ കൂടി ഒരു വ്യക്തത കൈവന്നാൽ മതിയാകും. പക്ഷേ യുവതി ഒരു പീഡന കേസിന്റെ ഇരയാണ്, ഒരു അതിജീവിതയായതിനാൽ അവരുടെ പേര് വിവരങ്ങളും അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. യുവതിയെ മറ്റൊരു യുവാവ് ബലാത്സംഗം ചെയ്തു എന്നൊരു പരാതിയും അതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടികളും കേസും ഒക്കെ നടക്കുന്നതിനിടയിലാണ് യുവതി ഇപ്പോൾ ഈ യുവാവിനെ, അൻസർ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതും വിഷം നൽകി. നമ്മൾ നേരത്തെ തന്നെ അറിയാം, ഗ്രീഷ്മയുടെ കേസിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇതും എന്ന് പറയേണ്ടിയിരിക്കുന്നു. യുവതി അതേപോലെ ഒരു പ്രണയം നടിച്ച് പിന്നീട് യുവാവ് ഈ പ്രണയത്തിൽ നിന്ന് പിന്മാറാത്തതിന്റെ ഫലമായി അയാളെ വിഷം കൊടുത്തു കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കും കടന്നിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷം കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുവാനാണ് കോതമംഗലം പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നവമിയാണ് വിശദമായ വാർത്തകൾ നൽകിയത്. തിരുവനന്തപുരത്തെ ആ സംഭവം ഉണ്ടായിരുന്നു. ഗ്രീഷ്മയ്ക്ക് സമാനമായ, ഷാരോണിനെ വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മയുടെ ആ കേസിന് സമാനമായ സംഭവമാണ് കോതമംഗലം മാതിരപ്പള്ളിയിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവിടെ അൻസിൽ എന്ന യുവാവിനെ മിനിയാന്ന് പുലർച്ചെയാണ് വിഷം കൊടുത്തത് യുവതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ചികിത്സയിലിരിക്കെ അൻസിൽ മരിച്ചു. ഇക്കാര്യത്തിൽ അൻസിൽ സുഹൃത്തിനോട് ഇക്കാര്യം പറയുകയും ചെയ്തു, തനിക്ക് ഈ യുവതി വിഷം നൽകിയിരുന്നു എന്ന്. ഇപ്പോൾ യുവതിക്കെതിരെ വധശ്രമത്തിനാണ് ആദ്യം കേസെടുത്തിരുന്നത്. അത് കൊലപാതക കുറ്റത്തിന് കേസെടുത്തേക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് കാത്തിരിക്കുന്നത്.